ഫിലിപ്പ് മമ്പാട് തുടരുന്നുണ്ട്. ശ്രീ ഫിലിപ്പ് മമ്പാട്, താങ്കൾ കേട്ട് കാണും മന്ത്രിയുടെ വാക്കുകൾ. മന്ത്രി ശുഭസൂചകമാണ്. അദ്ദേഹം ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഏറ്റെടുക്കുകയാണ്. ആ പ്രവർത്തനങ്ങളും ഈ വെളിപ്പെടുത്തലുകളും എല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. നമുക്കൊരു പക്ഷേ ഈ ആലപ്പുഴയിലെ അമ്മയുടെ വെളിപ്പെടുത്തൽ അതൊരു സൂചകമാണ്. കാരണം എൻ്റെ മകൻ ഉപയോഗിച്ചിരുന്നു, അവന് തിരിച്ചു വരണം, ഞങ്ങൾക്ക് തിരിച്ചു വരണം, അതിന് നിയമ സംവിധാനങ്ങളുടെ സഹായം വേണം, സർക്കാർ സംവിധാനങ്ങളുടെ സഹായം വേണമെന്ന് ആ അമ്മ ഏറ്റുപറയുകയാണ്. അപ്പോൾ ഏതെങ്കിലും കുടുംബങ്ങളിൽ ഇത്തരം സൂചനകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നവർക്ക് നിയമസഹായം ആവശ്യമാണ്, സംരക്ഷണം ആവശ്യമാണ്. അങ്ങനെ കൂടി നമ്മൾ മാറേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അമ്മയെ അല്ലാതെ ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി പറഞ്ഞ പോലെ ഇതിനകത്ത് പങ്കെടുക്കുന്ന നിങ്ങളടക്കം, ന്യൂസ് എയ്റ്റി അടക്കം എല്ലാവരും ഇതിനകത്തുനിന്ന് ഒരു മനസ്സോടു കൂടിയാണ് മുൻപോട്ട് പോകുന്നത്. ഇതോടൊപ്പം ഞാൻ സൈത്തിന്റെ ചോദ്യത്തിലേക്ക് വരാം. ശരിക്കും സൈത്ത് ഞാൻ അവിടെ ആദ്യം പറഞ്ഞു വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നമ്മൾ പിടികൂടുന്നുണ്ട്, കഞ്ചാവും മയക്കുമരുന്നൊക്കെ. ഇത് പിടികൂടുമ്പോൾ നിയമത്തിന്റെ പഴുതിലൂടെ പല ഡിക്റ്റേഷൻ നന്നായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഓരോ പോലീസും നിങ്ങൾ ഡാറ്റ എടുത്ത് നോക്കിയാൽ മതി. ഒരു വലിയ ക്വാണ്ടിറ്റി ഈ ലഹരി പദാർത്ഥങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുന്നു, അത് ഡിസ്പോസ് ചെയ്യുന്നു, അതായത് കൺസേൺഡ് ഏജൻസി വഴി. പക്ഷേ ഇതിലെ ഡിക്റ്റേഷൻ ശരിയായി നടക്കുന്നു, പക്ഷെ കൺവെൻഷൻ നടക്കുന്നില്ല, ശിക്ഷ നടക്കുന്നില്ല. കാരണം എന്താ? ഒരു സ്വതന്ത്ര സാക്ഷി പലപ്പോഴും വിസ്താരവേളയിൽ കൂറുമാറപ്പെടുന്നുണ്ട്, അവരെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഈ സാക്ഷി എന്ന് പറയുന്നത് പൊതുജനങ്ങളാണ്. എത്രമാത്രം അവയർനെസ്സുകളും ബോധവൽക്കരണങ്ങളും ഇപ്പൊ മീഡിയകളെല്ലാം ക്യാമ്പയിനുകളും കൺവെൻഷൻ സെമിനാറുകളും ഈ ഫുട്ബോൾ മത്സരങ്ങളും മനുഷ്യച്ചങ്ങളും എല്ലാം ലഹരിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം 2 അമ്മമാരെ ബലി കൊടുക്കേണ്ടി വന്നില്ലേ? 10-25 അമ്മമാർ മരിച്ച ഒരു സാക്ഷര കേരളമാണ്. അവസാനം താമരശ്ശേരി ഒരു അമ്മയും പിന്നെ തിരുവനന്തപുരത്ത് വെഞ്ഞാറുമൂട്ടിലെ സംഭവമൊക്കെ വന്നപ്പോഴാണ് എല്ലാ മഹലുകളും, എല്ലാ ക്രൈസ്തവ ആരാധനകളും, എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും, രാഷ്ട്രീയ സംവിധാനങ്ങളും, ഞാൻ പ്രധാനം ചെയ്യുന്ന പോലീസിന്റെ യോദ്ധാവും ഈ പറയുന്ന എക്സൈസിലെ വിമുക്തി ക്യാമ്പയിനും കരുതലും എല്ലാം ഉണർന്നു, എല്ലാം വളരെ ആക്റ്റീവായി. പക്ഷെ ആക്റ്റീവ് ആകുന്ന ഇടയിലാണ് ഇപ്പൊ ന്യൂസ് എയ്റ്റിൽ ഇങ്ങനെ ആലപ്പുഴയിലെ ഒരു അമ്മയുടെ നൊമ്പരം നിങ്ങൾ ഇപ്പം പൊതുജനത്തിന് മുമ്പേ നിങ്ങൾ സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ പല വീടുകളിൽ നടക്കുന്നുണ്ട്. പക്ഷെ 100-ൽ ഒരു 95% മാതാപിതാക്കൾ അതിനെ മൂടി വെക്കുകയും അത് പുറത്തേക്ക് പറയാൻ മടിക്കുകയും അതുപോലെ എന്റെ മകൻ അത്തരം പ്രവൃത്തി ചെയ്യില്ല എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മാതാപിതാക്കളുണ്ട്. ഒരു പക്ഷേ അടുത്തിടയ്ക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് ഒരു അച്ഛൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞാണ്, സാർ എന്റെ മകനെ ഒന്ന് പിടിപ്പിക്കണം, അവനിപ്പോ വീട്ടിലുണ്ട്, അവന്റെ കയ്യിൽ സാധനമുണ്ട്, കാരണം എന്റെ മകൻ മരിച്ചതിന് തുല്യമാണ്, ഞാൻ ആരെ വിളിക്കണ്ടേന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ കൺസേൺഡ് നമ്പർ വാങ്ങി അവർക്ക് ഞാൻ കൊടുത്തു. ഇപ്പം ആ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും അറിയാം, ആ വ്യക്തി ഇപ്പം റിമാൻഡിലാണ്. റിമാൻഡ് എന്ന സ്ഥലത്ത് ജയിൽ സൂപ്രണ്ടിനെ പോയിട്ട് അച്ഛൻ കണ്ടു, പറഞ്ഞു എന്റെ മകന് കുറച്ച് കെയറിങ് കൊടുക്കണം, കൗൺസിലിംഗ് കൊടുക്കണം, അവൻ ജാമ്യത്തിൽ വേറെ ആര് വന്നാലും ഈ ഡ്രഗ് മാഫിയ വന്നാലും എന്നെ അറിയിക്കണം, ഞാനാണ് അവനെ ജാമ്യം എടുക്കാം, മാക്സിമം അവനോട് കിടക്കട്ടെ, ഇറങ്ങിയാൽ അവനെ കൊണ്ടുപോയി DD സെന്ററിൽ കൊണ്ടിട്ട് മകനെ എനിക്ക് തിരിച്ചു പിടിക്കണം എന്ന്. അങ്ങനെ പറയുന്ന അച്ഛന്മാർ ഇപ്പൊ മുമ്പോട്ട് വരികയാണ്, ഈ ആലപ്പുഴയിലെ അമ്മയെ പോലെ. അങ്ങനെ ഓരോരുത്തരും എന്റെ വാക്ക് കേൾക്കുന്ന ഓരോരുത്തരും, ലഹരി എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു ദുരന്ത മുഖത്താണ്. ലഹരി എന്ന് പറയുന്ന ഈ വസ്തു ക്ഷണിക്കാതെ നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരും. അതിനെ നമ്മൾ ആരും പോയി ക്ഷണിക്കൊന്നും വേണ്ട. കാരണം 10-ൽ 2 ആള് ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്ന ഒരു ആധുനിക കാലഘട്ടത്തിലാണ്. ഇപ്പൊ അടുത്തിടയ്ക്ക് ഞാൻ പേര് പറയുന്നൊന്നുമില്ല, പല പ്രസംഗിക്കുന്ന പലരും യൂട്യൂബിലൊക്കെ ഈ കഞ്ചാവിനെ കുറിച്ചൊക്കെ വളരെ മഹത്തരമായി സംസാരിക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളും ലീഗലാണ്, ഇവിടെ ലീഗലാക്കി കൊടുക്കണം എന്നൊക്കെ. വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല, കാരണം അതൊക്കെ ഈ നമ്മളെ യങ്സ്റ്റേഴ്സിന് ഭയങ്കര ആർജവമാണ്. അവർ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് അവർക്ക് കിട്ടുന്ന എന്താ? ലോകത്തെ ഏറ്റവും മഹത്തരമായ ദൈവികമായ പരിവേഷം അലങ്കരിക്കുന്ന ആയുർവേദ ഔഷധച്ചെടിയാ കഞ്ചാവ് എന്നാ പറയണത്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ അത് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നൊക്കെയാ പറയണത്, കുട്ടികളോട് പറയണത്. അപ്പം അതെല്ലാം കുഞ്ഞുങ്ങൾ എന്ത് ഉപയോഗിച്ചാൽ എന്ത് അത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ, എനിക്കൊരു വൈബ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഈ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ പെട്ടുപോയ അത് അവരെ നമുക്ക് പഴി പറയാൻ പറ്റില്ല. കുട്ടികൾ നിഷ്കളങ്കരാണ്, അവർ അത്ഭുതങ്ങൾ ഇതിഹാസങ്ങൾ എപ്പോഴും ചെയ്യും. അവരെ ചേർത്ത് പിടിക്കുക എന്നത് ഒരുപക്ഷെ ഒരച്ഛനും അമ്മയ്ക്കും മാത്രം ഉത്തരവാദിത്തമല്ല. അത് വീട്ടിലെ ചുവരിനകത്ത് മാത്രമേ ഉള്ളൂ. ആ വീട്ടിൽ CCTV ഉണ്ടാവും, മതിലുണ്ടാവും, വലിയ വാതിലുണ്ടാവും. പക്ഷെ ആ വീട്ടിൽ പുറത്തേക്ക് പോകുന്ന മക്കളുണ്ട്, അവർ പോകുന്ന വഴിയോരങ്ങളും, അവർ പോകുന്ന കലാലയ തിരുമുറ്റങ്ങളും, അവർ പങ്കെടുക്കുന്ന കൂട്ടുകെട്ടുകളും, അവർ പോകുന്ന DJ പാർട്ടികളും ഒന്നും ഇന്ന് പറയുന്ന എനിക്കും സജിത്തിന്റെ ഇടങ്ങളിലൊന്നും ഇത് സുരക്ഷിതമല്ല. അപ്പൊ അവിടെ എല്ലാം നമ്മുടെ കണ്ണുകൾ ക്യാമറകളായി, നമ്മുടെ കാതുകള് നല്ലൊരു സഹചാരിയായി നമുക്ക് മക്കളെ കൂടെ നിന്നാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. ഞാൻ ആണായിട്ട് പറയാം, എക്സൈസ് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ പോലീസ് നല്ല സന്തോഷത്തിലാണ്. പോലീസ് ഇത്തരത്തിൽ ഡിക്റ്റേഷൻ നടക്കുമ്പോൾ ഓരോ പോലീസ് ഓഫീസർമാരുടെയും മീറ്റിംഗിൽ അവർ പറയുന്ന ഒരു ആർജവമുണ്ട്, ആ സന്തോഷത്തോടു കൂടി. കാരണം അവർ പിടിച്ചുകൊണ്ട് വരുന്നവരെയൊക്കെ ഉപദേശിക്കുന്നൊക്കെ കേട്ടാല് എനിക്ക് ഒരുപാട് പേഴ്സണൽ അനുഭവങ്ങളുണ്ട്. അവരെ തോളെ തട്ടി അത് ഉപയോഗിച്ചത് അവരെ രോഗാവസ്ഥയിലാണ്, അവരെ ചേർത്ത് പിടിക്കണം, അതോടൊപ്പം തന്നെ അവന് കൊടുത്തവരെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് എത്രയോ സമയങ്ങൾ മെനക്കെടുത്തി വേഷം മാറി
താടി മീശം വെച്ച് ഇപ്പൊ ഈ മലപ്പുറം ജില്ലാ പോലീസിലെ ഡാൻസ് അപ്പ് ടീമംഗങ്ങളുണ്ട്. അവരൊക്കെ ശരീരമൊക്കെ ഒന്ന് കണ്ടു നോക്കണം നമ്മളൊന്ന്. ഈ മറ്റേ കൂലിപ്പണിക്കാരെ പോലെ, ഈ കോൺക്രീറ്റ് പണിക്ക് പോകുന്നവരെ പോലെ താടി മീശം വെച്ച് ശരിക്കും ഭക്ഷണം കിട്ടാതെ ലോറിക്കകത്ത് കിടന്നിട്ടും അതേപോലെ KSRTC ബസ് സ്റ്റാൻഡിൽ പോയി കൊതുകുടി കൊണ്ട് കിടന്നിട്ടൊക്കെയാണ് ഈ സാധനങ്ങൾ പിടികൂടുന്നത്. അത് പിടിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ ഒരു സന്തോഷമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളും ഇത്തരം ഡിറ്റക്ഷൻ നടക്കുന്ന പോലീസ് ഓഫീസർമാരെ അംഗീകരിക്കാൻ മാധ്യമക്കാരെ ന്യൂസൈറ്റ് നിങ്ങളടക്കം ഒരു ശ്രമം കൂടെ നിങ്ങൾ നടത്തണം. കുറ്റപ്പെടുത്തുന്നതിന് പകരം ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വെക്കണം പോലീസുകാരെയൊക്കെ ഒന്ന്. ഒരു പൂ കൊടുത്താൽ മതി, അത് ചെയ്ത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. അപ്പം അവർക്ക് എല്ലാവർക്കും കുടുംബങ്ങളുള്ളതാ പോലീസിൽ. ഇപ്പൊ പെരുന്തമണ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വരെ. ആ സ്റ്റേഷനകത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് പോലീസിനെ മുഖത്തോലിക്ക് സംസാരിക്കുന്നല്ല, 100% സത്യസന്ധമായി ഈ ഡിറ്റക്ഷൻ നടത്താൻ മുന്നിൽ നിൽക്കുന്ന എത്രയോ പോലീസുകാരുണ്ട്. അതിനകത്തുനിന്ന് ചിലപ്പോൾ സമൂഹത്തിനകത്ത് ഒരു സിഗരറ്റ് വലിയ അല്ലെ ഹാൻഡ്സ് ഒക്കെ ഉപയോഗിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോലീസ് കടന്നു വരും. അയാൾ ആ ശീലം വീണ്ടും തുടരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് അയാൾ മാത്രമുള്ള ഒരു കുറ്റമാണ്. അയാൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന പോലീസുകാരും നല്ല രീതിയിൽ ഇത് ശ്രമം നടത്തുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ന്യൂസ് സൈറ്റിനോട് വല്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം നിങ്ങളൊരു ക്യാമ്പയിന് ദേവേരിക്കുള്ള ഞാൻ പങ്കെടുത്തതാണ്. നിങ്ങളുടെ ഉദ്യമത്തിന് എല്ലാവിധ പിന്തുണയുണ്ട്. ശരി, വളരെ നന്ദി. എന്തായാലും ഫിലിപ്പ്, ഞങ്ങളും ഇതൊരു ദൗത്യമാണ് ഞങ്ങളെ സംബന്ധിച്ചും. ഈ മാധ്യമ ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിൽ ഞങ്ങൾ മുന്നറിയിപ്പ് ഉണ്ടാവും, അത് ഉറപ്പ് നൽകുന്നു. തിരുവനന്തപുരം അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇപ്പോഴും വ്യാപകമായി ലഹരി പദാർത്ഥങ്ങൾ സുലഭമായി ലഭിക്കുന്നുണ്ട് എന്നതാണ് വിവരം. നിരവധി വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമയായ ജീവിതം അവസാനിപ്പിച്ചതും കേരളം പലതവണ കേട്ടതാണ്. എന്നിട്ടും ശാശ്വത പരിഹാരം കാണാൻ ഇരുവരെയും ആയിട്ടുമില്ല. ഡാൻ കുര്യൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഡാൻ, തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട സ്കൂളിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയും പിന്നീട് ആ കുടുംബത്തിനുമുണ്ടായ ഒരു ദുരന്തം നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. അതിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഇപ്പോഴും സ്കൂളുകളിലൊക്കെ സംഭവിക്കുന്നത് എന്താണ്? നഗരമേഖലകളുടെ പൊതുചിത്രം എന്താണ്? അല്പസമയം മുമ്പ് എക്സൈസ് മന്ത്രി വ്യക്തമാക്കിയിരുന്നു സർക്കാരിൻ്റെ ആക്ഷൻ പ്ലാൻ. അത് എത്ര കണ്ട് ഫലപ്രദമാണ്? സജിത്ത്, 2 വർഷം മുമ്പാണ് ഒരു നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളായ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിക്ക് ഇങ്ങനെ ദാരുണമായി ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. തലച്ചോറിലെ അമിത രക്തസ്രാവമാണ് ഈ പെൺകുട്ടിയുടെ, ഈ വിദ്യാർത്ഥിനിയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യമെന്ന വിലയിരുത്തലായിരുന്നു ആദ്യം. പക്ഷെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കേരളം ഞെട്ടലോടെ കേട്ട വിവരങ്ങളാണ് പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം അതിൽ തൃപ്തിയില്ലാതെ പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട CBI ആ കേസിൽ അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. സമാനമായ തരത്തിൽ പെൺകുട്ടികളെ കരിയർമാരായി ഉപയോഗിച്ചുകൊണ്ട് അവരെ ദുരുപയോഗം ചെയ്തതിനു ശേഷം ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തി പിന്നീട് ഈ മയക്കുമരുന്ന് മാഫിയ അവരെ കരിയർമാരായി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട് എന്ന വാർത്ത നമ്മൾ തന്നെയാണ് 2 വർഷം മുമ്പ് വിശദമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് വ്യാപകമായ പരിശോധന, അതായത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും എക്സൈസിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നുമൊക്കെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഈ 3 സംവിധാനങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട്, അതായത് പോലീസും എക്സൈസും വിദ്യാഭ്യാസ വകുപ്പും ഒരുമിച്ച് സ്കൂളുകളിൽ ലഹരി ഉപയോഗം കൃത്യമായി ഇല്ലാതാക്കുക, അതിനെ നിയന്ത്രണ പരിധിയിലാക്കുക, അതിനെ വേരറക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അന്ന് കൃത്യമായ ഒരു ക്യാമ്പയിൻ തുടക്കമിട്ടത്. അത് വ്യാപകമായ പരിശോധനകളിലേക്ക് നീണ്ടു. അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നൽകിയ നിർദ്ദേശം പോലീസോ എക്സൈസോ മാത്രം വിചാരിക്കുന്നത് കൊണ്ട് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല ഇത്. അവിടെ കൃത്യമായി രക്ഷിതാക്കളുടെ കൂടി ഇടപെടൽ അനിവാര്യമായി വരും. അസ്വാഭാവികമായ പെരുമാറ്റം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഒളിച്ചു വെക്കുന്നതിന്